وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം വഹാബി പ്രഭാഷകനായ അബ്ദുൽ മാലിക് സലഫിയുടെ ഒരു ലേഖനം ഫേസ്ബുക്കിൽ ശ്രദ്ധയിൽപ്പെട്ടു. ഏറ്റവും അടുത്തവനിലേക്ക് അടുക്കാൻ ഇടയാളനോ എന്ന തലവാചകത്തിൽ തവസ്സുലിനെ പരിഹസിക്കുന്നതായിരുന്നു ആ ലേഖനം. വിശുദ്ധമായ ഖുർആനിനെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തീർത്തും തെറ്റിദ്ധാരണാജനകമായ എഴുത്തുകളായിരുന്നു അത്. എങ്ങനെയാണ് വഹാബികൾ വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും സമീപിക്കുന്നതെന്നും ദുർവ്യാഖ്യാനങ്ങൾ നടത്തി സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ലേറ്റസ്റ്റ് വഹാബി വേർഷനാണത്. അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ, അതിലേറെ പ്രസക്തമായ നമ്മൾ മറുപടി പറയേണ്ടതായ ചില ഭാഗങ്ങളെ, അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നതായ ചില ഭാഗങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം തുടങ്ങുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഇടയാളന് ആവശ്യമില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. ആദം നബി അലിഹിസ്സലാം മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ചതും ചെയ്തതും ഇക്കാര്യമാണ്. ഇനി വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ഹദീസിൽ അങ്ങനെയല്ല എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. എന്നാൽ ഈ വസീലയെ തേടുക, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇടയാളന്മാരെ തേടുക, മഹാന്മാരെ മുന്നിൽ നിർത്തുക എന്നത് ആദം നബി അലിഹിസ്സലാം മുതൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഒരാൾക്കും പരിചയമില്ല എന്നാണ്, ഒരു നബിമാർക്കും പരിചയമില്ല എന്നാണ് മാലിക് സലഫി എഴുതി വെക്കുന്നത്. എന്നാൽ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രാ 57-ാമത്തെ വചനം, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബു വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇലാ ആഖിരിൽ ആയ. ഈ ആയത്തിൽ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ ഈസാ നബി അലിഹിസ്സലാം, ഉസൈർ എന്നവർ, അതുപോലെ അള്ളാഹുവിൻ്റെ മലക്കുകൾ, ഇവരെയാണ് ഉദ്ദേശിച്ചത്. അവരുടെ രക്ഷിതാവിലേക്ക് അവരെക്കാൾ അടുത്തവരെ മധ്യവർത്തിയായി സ്വീകരിക്കുന്നവരാണ്. അഥവാ ജൂതന്മാരും നസ്വാറാക്കളും മക്കാ മുശ്രിക്കീങ്ങളും ഒക്കെ ആരാധിച്ചിരുന്ന ഈസാ നബി അലിഹിസ്സലാം, ഉസൈർ അലിഹിസ്സലാം, മഹാന്മാരായ മലായിക്കത്ത്, മലക്കുകൾ, ഇവരൊന്നും ആരാധ്യരല്ല, ഇവരൊന്നും ആരാധിക്കപ്പെടേണ്ടവരല്ല. അവർ തന്നെ അവരെക്കാൾ അടുത്തവരായ ആളുകളെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാണ്. അവർ തന്നെ അവരെക്കാൾ അള്ളാഹുവിലേക്ക് അടുത്ത, അവരെക്കാൾ വലിയവരായ ആളുകളെ തവസ്സുലാക്കി, വസീലയാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബഗവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അയ്യുഹും അഖ്റബു മഅനാഹു യബ്തഗൂന മൻ ഹുവ അഖ്റബു മിൻഹും ഇലാ റബ്ബിഹിം. അവരെക്കാൾ അള്ളാഹുവിനോട് അടുത്തവരെ മുൻനിർത്തി അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇങ്ങനെയാണ് പ്രവാചകന്മാരെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലിഹിസ്സലാമിനെ വരെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇത് ഖുർആനിന് പരിചയമല്ല എന്നുള്ളതല്ല, വഹാബികൾക്ക് പരിചയമല്ല, മാലിക് സലഫി ജനിച്ചിട്ട് ഇത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അങ്ങനെ പറയാൻ നല്ലത്. മാലിക് സലഫിക്കും വഹാബികൾക്കും ഇത് പരിചയമില്ല. പക്ഷേ ഇത് ഇസ്ലാമിന് പരിചയമുണ്ട്, വിശുദ്ധമായ ഖുർആനിന് പരിചയമുണ്ട്, നബിമാർക്ക് പരിചയമുണ്ട്, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ മുൻഗാമികളായ മഹാന്മാർക്കൊക്കെ പരിചയമുണ്ട്. വഹാബികൾക്ക് പരിചയമില്ല എന്ന് മാത്രം. ഇത് മാത്രമല്ല, ഇനി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്, അള്ളാഹു സമീപസ്ഥനാണ്, അവനിലേക്ക് എന്തിന് മറ്റൊരു ഇടയാളൻ? അള്ളാഹു തന്നെ പറയുന്നു, വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ഒരായത്ത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ എന്ന ആയത്ത് ഓതുകയാണ്. അള്ളാഹു നമ്മളിലേക്ക്, എന്താണ് അള്ളാഹു നമ്മളിലേക്ക് അടുത്തവനാണെന്ന് പറഞ്ഞാൽ? ഇതൊക്കെ മഹാന്മാരായ ഇമാമുമാർ അവരുടെ കിതാബുകളിൽ കൈകാര്യം ചെയ്തതല്ലേ. അള്ളാഹു അടുത്തവനാണെന്ന് പറഞ്ഞാൽ വഹുവ മഅക്കും ഐനമാ കുൻതും അൻത ബഈദും മിൻ, നമ്മൾ എവിടെയാണെങ്കിലും അള്ളാഹു നമ്മിലേക്ക് അടുത്തവനാണ്. പക്ഷേ വ അൻത ബഈദും മിൻഹു, നീ അള്ളാഹുവിനോട് ഏറെ അകന്നു നിൽക്കുന്നവനാണ്, നീ അള്ളാഹുവിനോട് ഏറെ അകന്നു നിൽക്കുന്നവനാണ്. വഹുവ ഖരീബും മിൻക കമാ ഖാല വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അള്ളാഹു അവന്റെ സൃഷ്ടികളിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്നവനാണെന്ന് പറഞ്ഞാൽ സമഗ്രമായി, സമൂലമായി അവന്റെ സൃഷ്ടികളുടെ ചലനാദി ചലനങ്ങൾ അഖിലവും അറിയുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് റബ്ബ്. അങ്ങനെ നമ്മളിലേക്ക് അടുത്തു നിൽക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ നമ്മളോ, മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്ത അത്ര മറ്റു നബിമാർ അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ടോ?
അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അള്ളാഹുവിലേക്ക് അടുത്ത അത്ര സ്വഹാബത്ത് അടുത്തിട്ടുണ്ടോ? സ്വഹാബാക്കൾ അള്ളാഹുവിലേക്ക് അടുത്ത അത്രത്തോളം താബിഈങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ? അങ്ങനെ തലമുറകളിലായിട്ട് ഇങ്ങനെ വന്നാൽ നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് എത്രയാണ് അടുത്തത്? ഈ പറയപ്പെട്ട വഹാബി മൗലവി എത്രയാണ് അള്ളാഹുവിലേക്ക് അടുത്ത് നിൽക്കുന്നത്? അപ്പൊ അള്ളാഹു ഇങ്ങോട്ട് അടുക്കുക എന്ന് പറഞ്ഞാലും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. അള്ളാഹുവിലേക്ക് നമ്മൾ അങ്ങോട്ട് അടുക്കാനുള്ള ഒരു മാധ്യമമാണ് തവസ്സുൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇനി അപ്പൊ അദ്ദേഹം പറയണം, അപ്പോൾ ഉയരാവുന്ന ചോദ്യം ഇതാണ്. ഇനിയാണ് രസം കിടക്കുന്നത്. ഇനിയാണ് വിശുദ്ധമായ ഖുർആനിൽ ഇവർ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾ, ദുർവ്യാഖ്യാനങ്ങളുടെ മാലപ്പടക്കങ്ങളാണ്. അപ്പോൾ ഉയരാവുന്ന ചോദ്യം ഇതാണ്. അദ്ദേഹം എഴുതുകയാണ്, വബ്തഗു ഇലൈഹിൽ വസീല, സൂറത്തുൽ മാഇദയിലെ ആയത്ത്. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഒരു വസീലയെ തേടണം, അള്ളാഹുവിലേക്ക് അടുക്കാൻ നിങ്ങൾ ഒരു മധ്യവർത്തിയെ തേടണം. അപ്പൊ അദ്ദേഹം പറയാണ്, ഇത് തഫ്സീറുൽ ജലാലൈനി ഓതിയ മനസ്സിലാകും. മാ യുഖർരിബുക്കും ഇലൈഹി മിൻ ത്വാഅതി, അള്ളാഹുവിന് വഴിപ്പെടുക എന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇമാം തൊബരി തങ്ങൾ പറഞ്ഞു, തഖറബു ഇലൈഹി ബിത്വാഅതിഹി വൽ അമലി ബിമാ യർദി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന അമലു സ്വാലിഹാത്തുകളെ കൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീലയെ തേടണം എന്നതു മാത്രമാണ് ഇതിന്റെ അർത്ഥം എന്നാണ് പറയുന്നത്. ഇപ്പോ ഇതിൽ ഒരു കാര്യം പൊളിഞ്ഞ്, ഏറ്റവും അടുത്തവനായ അള്ളാഹുവിലേക്ക് എന്തിന് ഇടയാളൻ, ഏറ്റവും അടുത്തവനിലേക്ക് അടുക്കാൻ ഇടയാളനോ, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഹെഡിങ്. അപ്പൊ ഒരു കാര്യം സമ്മതിച്ചു, എന്ത്? അമലു സ്വാലിഹാത്ത് ഇടയിൽ നിർത്തിയിട്ടേ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ ഹെഡിങ് അവിടെ പൊളിഞ്ഞുപോയി അല്ലെ. അമലു സ്വാലിഹാത്ത് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാണ് ഈ വസീലയുടെ മായന എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ ഏറ്റവും അടുത്തവനായ അള്ളാഹുവിലേക്ക് അടുക്കാൻ അമലു സ്വാലിഹാത്ത് എന്ന ഒരു മധ്യവർത്തി, അമലു സ്വാലിഹാത്ത് ഇടയിൽ ഉണ്ടാകണം എന്നും ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഹെഡിങ്ങിന്റെ കാര്യം തീരുമാനമായി. ഇനിയോ, ഇനി അമലു സ്വാലിഹാത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എങ്കിൽ കുഴപ്പമില്ല. അമലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തവസ്സുൽ ഒരു അമലു സ്വാലിഹാത്ത് അല്ലേ? അത് ഖുർബത്തുൻ മുസ്തഹബ്ബത്തുൻ, അതൊരു സ്വാലിഹായ കർമ്മമാണ്, അതൊരു അമലു സ്വാലിഹാത്താണ്. ബഹുമാനപ്പെട്ട അഹ്മദു സ്വാവി റളിയല്ലാഹു അൻഹു പറയുന്നു, വബ്തിഗാഉൽ വസീലത്തി മാ യുഖർരിബുഹു ഇലൈഹി മുത്ലഖൻ വമിൻ ജുംലത്തി ദാലിക മഹബ്ബത്തു അംബിയാഇല്ലാഹി വഔലിയാഇഹി വസ്സദഖാത്തു വസിയാറത്തു അഹ്ബാബില്ലാഹി വകസറത്തു ദുആഇ വസിലത്തുർ റഹിമി വകസറത്തു ദിക്രി വഗൈറു ദാലിക ഫൽമഅന കുല്ലു മാ യുഖർരിബുക്കും ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന എന്ത് കാര്യമുണ്ടോ അത് നിസ്കാരാവാം, നോമ്പാകാം, സിലത്തുർ റഹീം കുടുംബബന്ധം പുലർത്തലാകാം, സ്വാലിഹീങ്ങളോട് മഹബത്ത് വെക്കലാകാം, അവരെ സ്വതക്കുകൾ നൽകലാകാം, സിയാറത്തു ചെയ്യലാകാം. ഇതൊക്കെ ഖുർബത്തിന്റെ ഭാഗമാണ്, ഇതൊക്കെ അമലു സ്വാലിഹാത്തുകളാണ്. അതിൽപ്പെട്ട ഒരു അമലു സ്വാലിഹാത്താണ് മഹാന്മാരെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യുക എന്നത്. അതിന്റെ സിറു തന്നെ മഹാന്മാരോടുള്ള മഹബത്തിൽ അധിഷ്ഠിതമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, പ്രാർത്ഥന അള്ളാഹുവിനോട് ദുആ ചെയ്യരുതേ എന്നൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നില്ല. സുന്നികൾക്ക് അങ്ങനെ ഒരു വാദവുമില്ല. എന്നാൽ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്ന പല രൂപങ്ങളിൽ ഒരു രൂപമാണ് മഹാന്മാരെ തവസ്സുലാക്കി ദുആ ചെയ്യുക എന്നത്. ദുആഇന്റെ പല രൂപങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്ന്, അള്ളാഹുവിലേക്ക് അടുത്തവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക, ഒരു വലിയ മഹാന്മാരായ ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക എന്നത് ദുആഇന്റെ രൂപമാണ്. അപ്പോൾ ഒരാളോട് ദ്വാരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ അണക്കണ് ദ്വാരന്നാ പോരെ, നിനക്ക് ദുആ ചെയ്താൽ പോരെ, എന്തിനാ എന്നോട് പറയുന്നത് എന്ന് പറയാൻ പറ്റും? ഇല്ല, സ്വാലിഹീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതുന്നതിനിടയിലാണല്ലോ ഒരു സ്വഹാബി വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളാകെ പ്രയാസത്തിലാണ്, വെള്ളമില്ലാതെ ഞങ്ങളുടെ കൃഷിയിടങ്ങളൊക്കെ ഉണങ്ങി കരിഞ്ഞു പോകുന്നു നബിയെ, അവിടുന്ന് ദുആ ചെയ്യണം. അപ്പൊ റസൂലുള്ള പറയാണ്, എന്തിന് എന്നോട് ദുആർക്കാൻ പറയണത്, നിങ്ങൾക്കാണ് ദുആ ചെയ്തൂടെ എന്ന് പറയല്ല. ആ സ്വഹാബി വന്നിട്ട് പറഞ്ഞു, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി, അവിടുത്തേക്കല്ലാതെ ഞങ്ങൾ ആരിലേക്ക് വരാനാണ് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, മഴ വർഷിച്ചു. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ചുരുക്കി പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ രൂപഭാവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ മനുഷ്യനെ പരിചയപ്പെടുത്തിയിട്ട് നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞതെന്താ, ഫമൻ ലഖിയഹു മിൻകും ഫല്യസ്തഗ്ഫിർ ലക്കും, ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കണ്ടാൽ
നിങ്ങളുടെ പാപം പുറത്തു തരാൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. അപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക, അത് അഖ്റബു ഇലൽ ഇജാബത്തിന് ഏറ്റവും അടുത്തൊരു കാര്യമാണ്. അവിടെ നബി തങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചോ, അള്ളാഹുവിന്റെ റസൂലെ എന്തിനാണ് മറ്റൊരാളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത്? അള്ളാഹു അടുത്തവനല്ലേ? വഇദാ സഅലക ഇബാദി അന്നി ഖരീബ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? പിന്നെന്തിനാ ഉവൈസുൽ ഖർനി തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചോ? ഇല്ല, അത് വഹാബികൾ പഠിപ്പിച്ചതാണ്, ഇസ്ലാമിനത് പരിചയമില്ല. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബി വന്നത്, അത് ദുആഇന്റെ മറ്റൊരു രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ദുആഇനെ നബി തങ്ങൾ പരിചയപ്പെടുത്തി. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. عن عثمان بن حنيف رضي الله عنه أن رجلا ضرير البصر أتى النبي صلى الله عليه وسلم. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ആ സ്വഹാബി പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യുആഫിയനി, നബിയെ അവിടുന്ന് എനിക്ക് ആഫിയത്ത് ഉണ്ടാകാൻ, എൻ്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ അവിടുന്ന് ദുആ ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല ഇൻ ശിഅത അഖർതു ലകദാലിക വഹുവ ഖൈറുൻ വഇൻ ശിഅത ദഅഉതു, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ആ ദുആഇനെ പിന്തിപ്പിക്കാം, നാളെ ആഖിറത്തിൽ കൂലി ഉണ്ടാകും. അതല്ല, നിനക്ക് ദുആ ചെയ്യലാണ് ആവശ്യമെങ്കിൽ ദുആ ചെയ്തു തരാം. ഫഖാല ഉദ്ഉ, അപ്പോൾ ആ സ്വഹാബി നബി തങ്ങളോട് പറഞ്ഞു അവിടുന്ന് ദുആ ചെയ്തു തരണം. അപ്പോൾ നബി തങ്ങൾ ഇനി ചെയ്ത പണി എന്താണ്? ഫഅമറഹു അൻ യതവല്ലഅ ഫയുഹ്സിനു വുദൂഅഹു വയുസല്ലി റകഅതൈനി വയദ്ഉ ബിഹാദ ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പരിപൂർണമായും വുദൂ ചെയ്തു വരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിമുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാ അല്ലാഹുമ്മ ശഫിഉഹു ഫിയാ. ഖാല അബൂ ഇസ്ഹാഖ് ഹാദാ ഹദീസുൻ സ്വഹീഹുൻ. ബഹുമാനപ്പെട്ട സുനൻ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് സ്വഹീഹായ ഹദീസുമാണ്. ഏതായാലും മാലിക് സലഫി എന്ന അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസ് സ്വഹീഹാണോ എന്ന് പറയുന്ന തട്ടിപ്പ് ഇവിടെ ഉണ്ടാവില്ല. അദ്ദേഹം ഇതിൽ നബി തങ്ങൾ ദ്വയർന്നിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വയർന്നു കൊടുത്തതാണ് എന്ന് പറഞ്ഞ തടി സലാമത്താക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ദുആ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വാചകം നിങ്ങൾ നോക്ക്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, വഅതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, ബി മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്, ആ നബി തങ്ങളെ മുൻനിർത്തിയിട്ട് അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ മുന്നിടുകയാണ്. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്നവരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാ, എൻ്റെ ആവശ്യം നിറവേറ്റപ്പെടാൻ, എൻ്റെ ആവശ്യം അള്ളാഹു നടത്തിത്തരാൻ അള്ളാഹുവിന്റെ ഹബീബിനെ മുൻനിർത്തിയിട്ടാണ് ദുആ ചെയ്തത്. ഇത് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ മഹാന്മാരുടെ ഫളിലൊക്കെ പറഞ്ഞിട്ട് നബിയ്യുർ റഹ്മ, കാരുണ്യവാനായ മുത്തുനബി എന്നൊക്കെ പറഞ്ഞ് മഹാന്മാരെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യാൻ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. ഇനി മഹാന്മാരെ നേരിട്ട് അവരെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യുന്ന ദുആ, ഒന്ന് അവരുടെ മഹത്വമൊക്കെ പറഞ്ഞിട്ടുള്ള ദുആ, മറ്റൊന്ന് ആ മഹാന്മാരെ മുന്നിൽ നിർത്തിയിട്ട് ദുആ ചെയ്യുക. ഞാൻ ഇതൊക്കെ ചുരുക്കി പറയാണ്, ഇതൊക്കെ വളരെ പ്രസിദ്ധമായ മഷ്ഹൂറായ സംഭവങ്ങളാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ഇദാ ഖഹതു ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അവർക്ക് ക്ഷാമകാലം വന്നാൽ, അവർക്ക് പ്രയാസം വന്നാൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവരെ മുൻനിർത്തിയിട്ട് റളിയല്ലാഹു അൻഹു എന്നവരെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്തിരുന്നു. ഫഖാല, ബഹുമാനപ്പെട്ടവർ പറയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയ്യിനാ ഫതസ്ഖീനാ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ദുആ ചെയ്തിരുന്നു. ഫതസ്ഖീന, അങ്ങനെ ഞങ്ങൾക്ക് മഴ കിട്ടിയിരുന്നു. വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയ്യിനാ ഫസ്ഖിനാ, ഇപ്പോൾ ഞങ്ങൾ നബി തങ്ങളുടെ അമ്മിനെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ ദുആ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ. ഫയുസ്ഖൗൻ, സ്വഹീഹുൽ ബുഖാരി. അങ്ങനെ അവർക്ക് മഴ ലഭിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ എന്തിനെങ്ങനെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യണത്? നേരിട്ട് അള്ളാഹുവിനോട് പറഞ്ഞാൽ പോരെ? അള്ളാഹു ഖരീബും മുജീബാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ എന്നാണോ? ഇത് ദുആഇന്റെ ഒരു ഇനമാണ്, ഇത് ദുആഇന്റെ ഒരു രൂപമാണ്. ഇതാണ് മഹാന്മാരായ ഇമാമുമാർ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചതും കൂടിയാണിത്.
ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞ ഒരു സംഭവം, ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കണ്ണിന്റെ കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബി വന്ന് പറഞ്ഞ നബി തങ്ങൾ ദുആ പഠിപ്പിച്ചു കൊടുത്ത ആ സംഭവത്തെ അദ്ദേഹം കട്ടുമാറ്റിയിട്ടാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവസ്സലു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ. ഇവിടെ അള്ളാഹുവിനും അടിമക്കും ഇടയിൽ ഇടയാളന വേണം എന്നല്ല. കാരണം ഹദീസിന്റെ ആദ്യ ഭാഗം അത് വ്യക്തമാക്കുന്നുണ്ട്. എന്താ വ്യക്തമാക്കുന്നത്? ഉദ്ഉല്ലാഹ അയ്യുആഫിയനി ഖാല ഇൻ ശിഅത ദഅഉതു വ ഇൻ ശിഅത സബർത ഫഹുവ ഖൈറുൽ ലക് ഖാല ഫദ്ഉ. അവിടെ മാത്രം പറഞ്ഞു നിർത്തി. അതിനുശേഷം നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ ഉണ്ട്. അത് നബി തങ്ങൾ അദ്ദേഹത്തോട്, ആ സ്വഹാബിയോട് ദുആ ചെയ്യാൻ പറഞ്ഞതൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തത് മാത്രമാണ്, അതല്ലാതെ ഇവിടെ തവസ്സുലൊന്നും നടന്നിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇനി ഇദ്ദേഹം പറഞ്ഞത് സമ്മതിച്ചാൽ തന്നെ ആ ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അതവസ്സലു. എങ്ങനെയാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബി മുഹമ്മദിൻ നബിയ്യിർ റഹ്മ. ആ ദുആയാണ് ദുആർക്കുന്നത്. നബിതങ്ങൾ ഒപ്പം ദുആർക്കട്ടെ ദുആർക്കാതിരിക്കട്ടെ, നബിതങ്ങൾ ദുആ ചെയ്താലും ഈ സ്വഹാബി ദുആ ചെയ്താലും തവസ്സുലിന്റെ ദുആ ആണല്ലോ അത് നടത്തിയത്. ഒന്നത്. ഇനി രണ്ടാമത്, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ലമഅത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് ദഹ്ലവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താ? വലം യദ്ഉ ബിനഫ്സിഹിൽ കരീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല ദുആർന്നത്. വഅമറഹു ബിഅൻ യദ്ഉ ലിനഫ്സിഹി ലാകിൻ അല്ലമഹു ദുആഅൻ ഫീഹി തവസ്സുലു ബിഹി. തവസ്സുലുള്ള ഒരു ദുആ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്ന്. അപ്പോൾ നബി തങ്ങൾ കേവലം ദുആർന്നു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ദുർവ്യാഖ്യാനാണ്. ഇനി അതിന്റെ അവസാനം ഫശഫിഉഹു ഫിയാ അല്ലാഹുമ്മ ശഫിഉഹു ഫിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് എനിക്ക് ശഫാഅത്ത് ചെയ്തു തരണം, അല്ലെങ്കിൽ നബി തങ്ങളുടെ ഈ ശഫാഅത്തിനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ ശഫാഅത്ത് പല രൂപത്തിലുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് ആ സ്വഹാബിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത്, ഖൗലിയായത്. അതല്ലെങ്കിൽ ഹാലിയായ ഒരു ശഫാഅത്തിനെ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമായിട്ട് അല്ലാഹുവേ ഈ ദുആഇനെ നീ സ്വീകരിക്കണേ. എങ്ങനെ നബി തങ്ങൾ കാരണമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആഇനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇന്നതൊക്കെ ചെയ്തിട്ട് ദുആർന്നോ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ദുആ ചെയ്യുക എന്നത് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതായതുകൊണ്ട് തന്നെ നബി തങ്ങൾ ഫലത്തിൽ നബി തങ്ങളുടെ ശഫാഅത്തുള്ളതുപോലെയാണ്. ഇതൊന്നും വെറുതെ പറയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂ ത്വാലിബ് എന്നവരെ കുറിച്ച് പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസ് ഞാൻ അതൊന്നും വിശദീകരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. വലൗല അന ലകാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നബി തങ്ങൾ പറയാണ്, ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ അബൂ ത്വാലിബ് എന്നവർ നരകത്തിന്റെ അടിത്തട്ടിലായിരുന്നേനെ എന്ന് പറയുന്നുണ്ട്. ഈ ഹദീസിനെ മുൻനിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹൽ ഹിയ, ഈ ശഫാഅത്ത്, ഫി ഹാദിഹി ശഫാഅത്തി ഹൽ ഹിയ ബിലിസാനിൻ ഖൗലിയിൻ ഔ ബിലിസാനിൻ ഹാലിയിൻ. ഇത് നബി തങ്ങൾ നേരിട്ട് ശഫാഅത്ത് നടത്തിയോ ഇല്ലയോ? ഇല്ല, നബി തങ്ങൾ നേരിട്ട് ശഫാഅത്ത് നടത്തിയിട്ടില്ല. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം കാരണം യകൂനു മഅനാഹു അന്ന അബാ ത്വാലിബിൻ ലമ്മാ ബാലഗ ഫി ഇക്റാമിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വദ്ദബ്ബി അൻഹു ജൂസിയ അലാ ദാലിക ബിത്തഖ്ഫീഫി ഫഅത്ലഖ അലാ ദാലിക ശഫാഅത്തൻ ലികൗനിഹാ ബിസബബിഹി. അതും ഒരു ശഫാഅത്ത് തന്നെയാണ്. എന്താ കാരണം? അബൂ ത്വാലിബ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഹാലിയായ ഒരു ശഫാഅത്ത് നബി തങ്ങൾ കാരണമായിട്ട് എന്നാണ് അവിടെ അർത്ഥം. ആ ഒരു മഅന തന്നെയാണ് ഫശഫിഉഹു ഫിയാ, അല്ലാഹുവേ എനിക്ക് നീ ശഫാഅത്ത്, നബി തങ്ങളുടെ ഈ ശഫാഅത്തിനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ എന്ന് മഹാന്മാരായ ഇമാമുമാർ വളരെ കൃത്യമായിട്ട് അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു മുഅ്ജമുൽ കബീറിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം ഈ ഹദീസ് തന്നെ, ഇത് ഉസ്മാൻ ബിൻ ഹുനൈഫ് എന്ന സ്വഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ വന്നപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ബിക ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദുആ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരാൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പോകും. പക്ഷേ അദ്ദേഹത്തിന് ഉസ്മാൻ റളിയല്ലാഹുവിനെ കാണാൻ കഴിയാറില്ല, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ കഴിയാറില്ല. അങ്ങനെ
ഫലഖിയ ഇബ്നു ഹുനൈഫിൻ ഫശക്ക ദാലിക ഇലൈ. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നവരെ ഇയാൾ കണ്ടു. ഇയാൾ കണ്ടിട്ട് ഉസ്മാൻ ബിൻ ഹുനൈഫ് എന്നവരോട് പരാതി പറഞ്ഞു, ഞാൻ കുറേ തവണ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ കാണാൻ പോയി, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഉസ്മാൻ ബിൻ ഹുനൈഫ് എന്നവർ പറയാണ്, ഒതുണ്ടാക്കുന്നിടത്ത് പോയിട്ട് വുളൂ ചെയ്തു വാ, എന്നിട്ട് അവിടെ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ ദുആ ചെയ്തോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യിർ റഹ്മ യാ മുഹമ്മദു ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫതഖ്ലി ലി ഹാജതി എന്ന് ദുആർന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു. അവിടെ നബി തങ്ങൾ വഫാത്തായതിനു ശേഷം സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിന്നെ നടക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയാതെ പ്രയാസപ്പെട്ട ഒരാൾ, ആ പ്രയാസം തീരാൻ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നവർ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ തവസ്സുലിന്റെ ദുആ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അത് നിർവഹിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വാതിലിന്റെ മുമ്പിലേക്ക് പിന്നെ അയാൾ ചെന്നപ്പോൾ ഫജാ അൽ ബവ്വാബു ഹത്താ അഖദ ബിയദിഹി ഫഅദ്ഖലഹു അലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പാറാവുകാരൻ വന്ന് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു, അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഫലഖിയ ഉസ്മാൻ ഇബ്നു ഹുനൈഫ്, ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നവരെ കണ്ടു. ഫഖാല ലഹു ജസാകല്ലാഹു ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരട്ടെ. മാ കാന യൻദുറു ഫീ ഹാജതി വലാ യൽതഫിതു ഇലയ്യ ഹത്താ കല്ലംതുഹു ഫിയ. ഇങ്ങളിന്റെ കാര്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞത് വളരെ നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും കാണാതെ ഇടങ്ങാറാകുമായിരുന്നു, പ്രയാസപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നവർ പറയാണ്, വല്ലാഹി മാ കല്ലംതുഹു, ഞാൻ നിങ്ങളുടെ കാര്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെയോ വലാകിന്നി ശഹിദ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അതാഹു ദരീറുൻ ഫശക്കാ ഇലൈഹി ദഹാബ ബസ്രി. മുഅ്ജമുൽ കബീരിൽ തൊബറാനി ഇമാം റിപ്പോർട്ട് ചെയ്യാണ്. ഉസ്മാൻ ബിൻ ഹുനൈഫ് എന്നവർ പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കണ്ണിന് അസുഖം ബാധിച്ച ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പ്രയാസം പറഞ്ഞപ്പോൾ മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അവിടെയും സ്വഹാബത്തും ആ തവസ്സുലിന്റെ ദുആഇനെ പതിവാക്കിയിട്ടുണ്ട്. പിന്നെ അത് അറിയാത്ത ആൾക്കാർ ആരേ ഉള്ളൂ? ഈ വഹാബികൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഹദീസുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ, വിശുദ്ധമായ ഖുർആനിന്റെ ആശയതലങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വിധ്വംസക പ്രവർത്തകരെ നമ്മൾ തിരിച്ചറിയണം. ഇത് അപകടമാണ്, ഈമാനിനെ കട്ടെടുക്കുന്ന ചെമ്പരിന്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ഇവരെ ശർറിനെ തൊട്ട് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.